അല്ലാഹു തആല റിസ്ക് തരാനുള്ള ഒരു മാർഗമാണ് നിസ്കാരം. ഹാഫിളത്തുൽ ലിസ്ഹതി, ആരോഗ്യം സംരക്ഷിക്കാനുള്ളതാണ് നമസ്കാരം. പിന്നെ യോഗ, എക്സസൈസ്, അതിനേക്കാളൊക്കെ ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്, നിങ്ങൾ സയൻസ് പഠിച്ചു നോക്ക്, നമസ്കാരത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ പഠിക്കും. അവനെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് നിസ്കാരം. പല രോഗങ്ങളിൽ നിന്നും അവനെ അകറ്റാനുള്ളതാണ് നമസ്കാരം. അവന്റെ കൽബിന് ശക്തി കൂട്ടുന്ന ഇബാദത്താണത്. കൽബിനൊരു പവർ വരാൻ തുടങ്ങും, തലക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ബുദ്ധിക്ക് വികസിക്കാൻ തുടങ്ങും, മരവിച്ചവരായി മാറൂല നമ്മള്. നല്ലപോലെ നമസ്കരിക്കുന്നവന്റെ മുഖം പ്രകാശപൂരിതമാകും. അപ്പോൾ ഒരു ഹാപ്പി. എത്ര പട്ടിണി കടന്നാലും മുപ്പര് വളരെ ഫേസ് ഒക്കെ വളരെ സ്മൈലി ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും പടച്ചറബ് അങ്ങനെ നിലനിർത്തി കൊടുക്കും. മനസ്സിന് എപ്പോഴും സന്തോഷം അല്ലാഹ് നിറച്ചു കൊടുക്കും. മടിയിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. എന്താ പണി? ഒരു പണിയില്ല, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഫോൺ എടുത്തുകൊണ്ടിരിക്കുക. ഇമാതിരി മടി പിടിച്ച ഒരു ലോകത്തുനിന്ന് ഒരു യഥാർത്ഥ നിസ്കാരക്കാരൻ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരൂല. അങ്ങനെയാണെങ്കിൽ വീണ്ടും അതുണ്ടെങ്കിൽ അവൻ അവന്റെ നമസ്കാരം പരിശോധിക്കണം.